ഹായ് വ്യൂവേഴ്സ്, ഇന്ന് നമുക്ക് ഹിന്ദിയിൽ സ്വരാക്ഷർ വവൽസ് എങ്ങനെ എഴുതി പഠിക്കാമെന്ന് നോക്കാം. ആദ്യം ഇതുപോലെ എഴുതുക. അതിനുശേഷം ഒരു വര കൊടുക്കുക, വീണ്ടും ഒരു വരയിടുക, മേലെ ഒരു രേഖ വരയ്ക്കുക. ഇതിനെ ഹിന്ദിയിൽ നമ്മൾ ശിരോരേഖ എന്ന് പറയും. ഇത് നമുക്ക് വായിക്കാം. ആ, വീണ്ടും ഇതേപോലെ എഴുതുക. അതിനുശേഷം ഒരു വരയും കൂടി കൊടുക്കുക, മേലെ ഒരു രേഖ കൊടുക്കുക, ശിരോരേഖ കൊടുക്കാം. ആ, എസ് പോലെ എഴുതി താഴേക്ക് ഇതേപോലെ താഴോട്ടേക്ക് കൊടുക്കുക, മേലെ ശിരോരേഖ ഇടുക. ഇ ഇതേപോലെ എഴുതുക, വര കൊടുക്കുക, മേലെ ഇതുപോലൊരു സിമ്പിൾ കൊടുക്കുക. ഈ ഇതുപോലെ എഴുതുക. ഉ ഇതേപോലെ എഴുതി വീണ്ടും ഈ സിമ്പിൾ കൊടുക്കുക. ഓ ഒരു വര കൊടുക്കുക, വീണ്ടും ഈ സിമ്പിൾ കൊടുക്കുക, ഇതുപോലെ ഇതിനെ കൂട്ടി യോജിപ്പിക്കുക, മേലെ രേഖ കൊടുക്കുക. റ് ഇതുപോലെ എഴുതുക, ഒരു വരയിടുക, മേലെ രേഖ കൊടുക്കുക. എ ഇതുപോലെ എഴുതുക, വരയിടുക, ഇതിന് ശേഷം ഇതുപോലെയുള്ളൊരു ചിഹ്നം കൊടുക്കുക. എ ഇതുപോലെ എഴുതുക, പിന്നെ ആ എഴുതുന്ന പോലെ എഴുതുക, വീണ്ടും മേലെ രേഖ ഇടുക, പിന്നെ ഒരു ഇതുപോലുള്ള സിമ്പൽ ഓ ഇതേപോലെ എഴുതുക, രേഖ കൊടുക്കുക, ഇതുപോലെയുള്ള രണ്ട് സിമ്പൽ കൊടുക്കുക. ഔ. ഹിന്ദിയിൽ 11 സ്വരാക്ഷരങ്ങളാണുള്ളത്. അതെങ്ങനെ വായിക്കുമെന്ന് നമുക്ക് നോക്കാം. അ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഓ, ഔ. അനസ്വാർ, ആ വിസർഗമാണ്. അത് നമ്മൾ ഓരോ സന്ദർഭങ്ങളിൽ മാത്രം ഉപയോഗിക്കും. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വ്യഞ്ജനാക്ഷരങ്ങളുടെ വീഡിയോ ആയിട്ട് അടുത്ത ലക്കത്തിൽ കാണാം.